ജനാസ എടുക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാട്ടുകാരൊക്കെ ദിക്ർ ചൊല്ലുമ്പോ സ്വന്തം സഹോദരൻ വന്നിട്ട് ഇത്താ നന്ദി കെട്ടവളല്ലേ നീ, വാപ്പയുടെ ജനാസ എടുക്കുമ്പോഴെങ്കിലും നീ ഒന്ന് വന്നില്ലല്ലോ, ഉപ്പാനെ കാണാൻ വന്നില്ലല്ലോ. ജനവാതിൽ തുറന്നു വെച്ചിട്ട് ബാപ്പയുടെ ജനാസ കൊണ്ടുപോകുമ്പോ ഉമ്മമാരെ പെണ്ണ് പറയുന്നു, യാ അബത്താ, ഉപ്പ, എന്റെ പൊന്നുപ്പ, എനിക്ക് നിങ്ങളോട് വെറുപ്പില്ലെന്ന് നിങ്ങൾക്കറിയുമല്ലോ. ഭർത്താവ് എന്നോട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഉപ്പ ഞാൻ ഇറങ്ങാഞ്ഞത്. ആ ജനവാതിലൂടെ വാപ്പയുടെ ജനാസ മറയുന്നത് വരെ ഭർത്താവിനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്വാലിഹത്തായ പെണ്ണിനെ വളർത്തിയ ഉപ്പയാണ്. അത് കാരണമായി അല്ലാഹു സ്വർഗത്തിലൊരു റൂം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഓ സ്ത്രീകളെ, ലഭിച്ചങ്ങളതാ ആ ഉമ്മയോട് കണ്ടോ, ഈ പെണ്ണ് കാരണം വാപ്പ സ്വർഗത്തിൽ കിടന്നില്ലേ. ഈ വിവരം അങ്ങ് വിവരിച്ചു കൊടുക്കുന്നുവെങ്കിൽ എന്റെ ഉമ്മമാരെ, വയലു കേൾക്കുന്ന സഹോദരി, എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ അവരാണ് നിങ്ങളുടെ വിജയത്തിന്റെ കവാടം. അവരെ വേദനിപ്പിച്ചിട്ട്, അവരെ വെറുപ്പിച്ചിട്ട് പിന്നെ ജീവിച്ചത് കൊണ്ട് ഫലമില്ല, ബറക്കത്തില്ല, അല്ലാഹു ഐശ്വര്യം നൽകില്ല. ഈ പ്രസംഗം ഞാൻ നിർത്തട്ടെ. ബീവി ഫാത്തിമ ചൊല്ലിക്കോളൂ, ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഒരിക്കൽ ഭർത്താവിന്റെ അരികിൽ ചെല്ലുന്നു. അതിന്റെ ചെറിയൊരു രൂപം ഇന്നലെ പറഞ്ഞു. ഭർത്താവിന്റെ അരികിൽ ചെന്നിട്ട്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, എന്റെ വാപ്പ എന്നെ നിക്കാഹ് ചെയ്തപ്പോ, നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തന്നപ്പോ എന്നോട് പറഞ്ഞത് നിങ്ങളെ വെറുപ്പിക്കുന്ന ഒന്നും ചെയ്യരുത് എന്നാണ്. ഒരിക്കൽ ഞാനൊരു വാക്ക് പറഞ്ഞുപോയി. ഞാനും എന്റെ മക്കളും പട്ടിണി കിടന്നുകൊണ്ട് വിഷമത്തിയ വയറുമായിരിക്കുമ്പോ ഞാനങ്ങ് പറഞ്ഞുപോയി. അവിടെ നിന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, പടച്ചവരെ, ഒരു ഗതിയുമില്ലാത്ത മിസ്കീനായ മനുഷ്യന് കല്യാണം കഴിച്ചു വിട്ടു. അത് കാരണം ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കുന്നു. ഞാനെന്ന് നിങ്ങളെ കുറിച്ച് പറഞ്ഞു, അരിയേ മാപ്പ് തരുമോ, പൊരുത്തപ്പെട്ടു തരുമോ? എന്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങൾക്കെതിരായി ഇത് ചെയ്തത് ഞാൻ ഓർക്കുന്നു. വേറെ ഒന്നും എന്റെ ഓർമ്മയിലില്ല. അത് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണേ. അലി ഇബ്നു അബീ ത്വാലിബ് ഫാത്തിമയുടെ കൈ പിടിച്ചു. ഫാത്തിമ റസൂലുള്ളാഹിന്റെ മകളല്ലേ, പുന്നാര മുത്തുനബി തങ്ങളുടെ മകളാണ്. ഒന്നുമില്ലാത്ത സമയത്ത് ഞാനതാ പുല്ലരിയാൻ പോകുന്ന ഘട്ടം, ഒരു വകയുമില്ലാതെ നടത്തുന്ന സമയം. ആ സമയത്താണ് നേതാവായ നബി തങ്ങൾ എന്നെ വിളിച്ചുകൊണ്ട്, അലിയെ, രാജാക്കന്മാരെ കല്യാണം കഴിക്കാനിരിക്കുന്നു, വലിയ രാജപുത്രന്മാര് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് എന്നെ വിളിച്ചിട്ട്, അലിയെ, എന്റെ മകൾ ഫാത്തിമയെ ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തന്നാൽ നിങ്ങൾക്ക് സന്തോഷമാണോ? ധീരനായ അലി, ഒരു ഗതിയുമില്ലാത്ത അലി, യാ റസൂലല്ലാഹ്, അലിയെ, എന്നെ വേദനിപ്പിക്കുന്നുവോ? വലിയ വലിയ സമ്പന്നർ കാത്തിരിക്കുന്നു, വലിയ രാജാക്കന്മാര് കാത്തിരിക്കുന്നു, ഫാത്തിമയെ കിട്ടാൻ കാത്തിരിക്കുന്നു. ഒരു ഗതിയുമില്ലാത്ത അലിയെ എന്നെ കളിയാക്കുന്നുവോ? കാരുണ്യത്തിന്റെ നേതാവ് പറയുന്നു, എന്റെ അലിയെ, ഞാൻ കളിയാക്കുകയല്ല. എന്റെ മരുമകനൊരു പണ്ഡിതനാവണം, എന്റെ മരുമകനൊരു പണ്ഡിതനാവണം, ഒരു ആലിമാവണം. ഞാനാണ് ഇൽമിന്റെ പട്ടണം, ആ പട്ടണത്തിലേക്കുള്ള കവാടം. അലിയേ, നിങ്ങളല്ലേ. എന്റെ മരുമകനൊരു പണ്ഡിതനാവട്ടെ എന്നാഗ്രഹിച്ചിട്ടാണ് പറയുന്നത്. അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ, ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ ഫാത്തിമയെ ഏൽപ്പിച്ചാൽ പൊന്നുപോലെ നോക്കും നബിയേ. ഉള്ള വെള്ളം കൊടുത്ത്
കൊടുത്ത് ഉള്ള കഞ്ഞി കൊടുത്ത് ഞാനതാ നോക്കും നബിയേ, റസൂലുള്ള വിവാഹം ചെയ്തു കൊടുത്തില്ലേ, പുന്നാൻ തങ്ങൾ നിക്കാഹ് ചെയ്തു കൊടുത്തില്ലേ, ആ നിക്കാഹ് ചെയ്തു കൊടുത്തല്ലോ വല്ലാത്ത ജീവിതം. തറക്കാത്തിറാശഹു മാവപ്പാമാതിത്തുജാം വതലദ്ദാഫി ത്വാഅത്തിർ റഹ്മാനി വതലദ്ദാഫി ത്വാഅത്തിർ റഹ്മാനി. വല്ലാത്ത ജീവിതം. ഞാനത് കിട്ടുമ്പോ സമയം വൈകി പോകും. രണ്ടുപേരും ശങ്കിച്ചു നിൽക്കുകയാണ്. ആദ്യ രാത്രി അതാ അയ്യൂബ് നബി താലിബ് എന്ത് പറയാനുണ്ട്, എന്ത് പറയാനുണ്ട്. ഭാര്യയായ ഫാത്തിമ ചോദിക്കുന്നു, ഭർത്താവേ എന്താണ് ഒരു തെറ്റ്, എന്താണ് അങ്ങേക്കൊരു ചെറിയ വിഷമം? ഫാത്തിമ, റസൂലുള്ളാഹിയുടെ പൊന്നുമകളെ അല്ലാഹു എനിക്ക് തന്നല്ലോ, ഞാൻ ശുക്രിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കട്ടെ ഫാത്തിമ, സമ്മതം നൽകുമോ? ഞാൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ? ഫാത്തിമയുടെ മറുപടി, ഭർത്താവേ എന്റെ വാപ്പ പറഞ്ഞിട്ടുണ്ട് നിങ്ങള് പെണ്ണിന്റെ കവാടമാണെന്ന്. അല്ലാഹു ഒരു പണ്ഡിതനെ എനിക്ക് ഭർത്താവായി നൽകി, ഞാനതിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കട്ടെ? രണ്ടുപേരും തറക്കാത്തിറാശഹുമാ വഖാമാതിത്തുജാ വതലദ്ദാ ഫീ ത്വാഅത്തിർ റഹ്മാനി. രണ്ടുപേരും സുബ്ഹി ബാങ്ക് വിളിക്കുന്നത് വരെ അതാ ഇബാദത്തിൽ മുഴുകുന്നു. ആ ദമ്പതികൾ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭാര്യയുടെ കൈ പിടിച്ചിട്ട് പറയുന്നു, എന്റെ ഫാത്തിമ, അവിടുന്ന് ഒരു ചെറിയ അടയാളം കാണുന്നു. എന്റെ ഉമ്മമാരെ 2 മക്കളെ മടിയിലിരുത്തുന്നു. ആ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുത്ത് അവർക്കുള്ള വസ്ത്രം ധരിപ്പിച്ചു കൊടുത്ത എന്തോ ചില മാറ്റങ്ങൾ ആ സമയത്ത് ഫാത്തിമ, ഈ പാവപ്പെട്ട അരി ഒന്നും നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല, എനിക്ക് കഴിവില്ല, ഞാനൊരു പാവപ്പെട്ടവരാണ്. എന്റെ ഫാത്തിമ, നിങ്ങളും നിങ്ങളുടെ വാപ്പയും നിങ്ങളുടെ മക്കളും എന്ന എന്റെ മക്കൾ, നിങ്ങളുടെ ഉമ്മയുമൊത്ത് സ്വർഗത്തിലേക്ക് പോകുമ്പോ, നിങ്ങളതാ സന്തോഷത്തോടെ പോകുമ്പോ, ഒരു പക്ഷേ പാവപ്പെട്ട അരിയെ മലായികത്ത് നരകത്തിലേക്ക് വലിക്കുന്നത് കണ്ടാൽ, യാ ഫാത്തിമ, എന്റെ ഫാത്തിമ, ചെറിയൊരു ശഫാഅത്ത് എനിക്ക് നിങ്ങൾ നൽകുമോ? വഅനഫി ഐദി സബാനിയ അനിൽ അല്ലാ തസ്തഖിയ അലിയ ലിഅന്നി കുൻതു റജുലൻ ഫഖീറാ. ഞാനൊരു ദരിദ്രനാണ്, പാവപ്പെട്ടവരാണ്, ഒന്നും ചെയ്തു തരാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളൊക്കെ പോകും, നിങ്ങളുടെ വാപ്പയെ കാണും. ഇദാ റഅയ്തി അബാകി ഫഖ്റഈ മിന്നി സലാം. ഉമ്മമാരെ, അലി ഇബ്നു അബീ ത്വാലിബ് പറയുന്നു, ഫാത്തിമ, നിങ്ങൾ പോകുമ്പോ വാപ്പയെ കാണുന്ന സമയത്ത് അവിടുന്ന് പറയൂ, ഉപ്പാ, അലി എന്ന എന്റെ ഭർത്താവ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ അലിക്കൊരു സലാം പറയണം. പിന്നെനിക്ക് പറയാനുള്ളത്, എമ്പകി അല്ലാ തസ്തഖിയ അലിയ ലിഅന്നി കുൻതു റജുലൻ ഫഖീറാ. രണ്ടുകൊണ്ട് വീഴ്ചകളുണ്ട്, അതൊക്കെ അവിടെ പറയോ, വാപ്പയുടെ മുന്നിൽ വെച്ച് പറയോ. മൂന്നാമതായി പറയുന്നു, മലായികത്തിന്റെ കയ്യിൽ പെടുന്നു. മലായികത്തിന്റെ കയ്യിൽ പെട്ടി എന്ന് വലിക്കുമ്പോ, ഈ ഭർത്താവിന്റെ കയ്യൊന്ന് പിടിക്കണേ, ചെറിയൊരു ശഫാഅത്ത് എനിക്ക് വാങ്ങിത്തരണേ, വാപ്പയോട് പറയണേ, നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുമ്പോ ഈ പാവപ്പെട്ടവരെ സഹായിക്കണേ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, ഓ പ്രിയപ്പെട്ട എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, ഞാൻ സ്വീകരിക്കാം. ഭർത്താവേ, ഞാനവിടെ വെച്ച് ശഫാഅത്ത് ചെയ്യും. പക്ഷേ 2 കാര്യം കൊണ്ട് എന്നെ സഹായിക്കുമോ? 2 കാര്യം കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുമോ? മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഉമ്മമാരെ, നിങ്ങൾ ഞാനിതായി പ്രസംഗം നടത്തട്ടെ. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ 2 കാര്യം ഇവിടെ ചോദിക്കുകയാണ്. എന്റെ ഭർത്താവായ അലിയെ,
അവിടുന്ന് വിവരിക്കുന്നു, ഞാനും എന്റെ മക്കളും എന്റെ വാപ്പയും ഒത്തിരിക്കുമ്പോ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. പക്ഷേ 2 കാര്യം കൊണ്ട് ഈ ഫാത്തിമയെ നിങ്ങൾ സഹായിക്കണേ. എന്താണ് ഫാത്തിമ ഞാൻ ചെയ്യേണ്ടത്? ഈ അരിക്ക് കഴിയുന്നതൊക്കെ